സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നവരെ ദൈവം ശിക്ഷാവിധികൾ കൂടാതെ നീതീകരിക്കുന്നു. ശിക്ഷാവിധി എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അന്ത്യന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ എന്ന് മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ എന്നുകൂടിയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന നിലവിളിക്ക് തക്കവണ്ണമുള്ള ദുരാവസ്ഥയിലേക്കാണ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നമ്മെ നയിക്കുന്നത്. ഈ ദുരാവസ്ഥയിൽ നിന്ന് നമ്മെ കാത്തുകൊള്ളുന്നത് ക്രിസ്തേശുവിലുള്ള ജീവദായകമായ പ്രമാണമാണ്. ക്രിസ്തേശുവിലൂടെ നമുക്ക് പാപമോചനം മാത്രമല്ല, നവജീവനും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്താലും ഉയിർത്തെഴുന്നേൽപ്പിനാലും സാധ്യമായി. അങ്ങനെ ജഡത്തിൽ പാപത്തിന്റെ ശക്തി നിർവീര്യമാകുകയും ന്യായപ്രമാണത്തിന്റെ അവകാശങ്ങൾ നമ്മിൽ നിവൃത്തിയാകുകയും ചെയ്തു. കൃപയാലുള്ള ദൈവപ്രവൃത്തിയെ അംഗീകരിക്കുന്നവനിൽ ന്യായപ്രമാണം നിറവേറ്റപ്പെടുന്നു. അവൻ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കാതെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കാൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ യേശുവിന്റെ ശരീരത്തെ ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരങ്ങളുടെ പുനരുത്ഥാനത്തിനും കാരണമായി തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ജീവിച്ച് കർത്താവ് നിമിത്തം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിലൂടെ ഞങ്ങളുടെ ശിക്ഷാവിധി പൂർണ്ണമായി മാറ്റിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജയോത്സവമായി ജീവിപ്പാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവകൃപ നൽകി സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു.